ചാരന്മാരെ കുറിച്ച് കേട്ടിട്ടില്ലേ? സ്വന്തം രാജ്യത്തെ സുരക്ഷയ്ക്ക് വേണ്ടി പേരും സ്വത്വവും വിട്ട് അന്യനാട്ടിൽ ജീവിക്കുന്നവർ പിടിക്കപ്പെട്ടാൽ സങ്കല്പിക്കാനാവാത്ത വിധം ചിത്രവധം ചെയ്യപ്പെടും എന്നറിഞ്ഞിട്ടും മരണത്തിനും ജീവിതത്തിനുമിടയിലെ നൂൽപാലത്തിലിരുന്ന് പിറന്ന നാടിന് വിവരങ്ങൾ കൈമാറുന്നവർ, പിടിക്കപ്പെട്ടാൽ ജന്മനാട് നിരുപാധികം തള്ളിപ്പറയും എന്നറിഞ്ഞിട്ടും പേരും പ്രശസ്തിയും ലഭിക്കില്ല എന്നറിഞ്ഞിട്ടും തങ്ങളാൽ കഴിയും വിധം രാജ്യത്തെ സുരക്ഷിതമാക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ധീരന്മാർ. അത്തരമൊരു ധീരന്റെ ജീവിതത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും സമുന്നതനായ ഒരു ചാരൻ, ഇന്ത്യൻ സുരക്ഷാ സേനകളുടെ പരിശീലനങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ച് പഠിക്കപ്പെടുന്ന ഒരു അധ്യായം, ഇന്ത്യൻ ഇന്റലിജൻസ് വൃത്തങ്ങൾക്കിടയിൽ ബ്ലാക്ക് ടൈഗർ എന്നറിയപ്പെടുന്ന ഒരേയൊരു രവീന്ദ്ര കൗശിക്. കഴിവും നിശ്ചയദാർഢ്യവും മനസ്സാന്നിധ്യവും കൊണ്ട് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഉന്നത സ്ഥാനത്ത് വരെ എത്തിച്ചേർന്ന് ഇന്ത്യക്കായി അക്ഷീണം പ്രയത്നിച്ച ഒരേയൊരു രവീന്ദ്ര കൗശിക്. രവീന്ദ്ര കൗശിക് രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ ഒരു പണ്ഡിറ്റ് കുടുംബത്തിൽ 1952 ഏപ്രിൽ 11 ജനിച്ചു. പിതാവ് JM കൗശിക്, മാതാവ് അമലാദേവി. കുട്ടിക്കാലം മുതൽക്കേ കൗശിക് അഭിനയകലയിലും പ്രച്ഛന്ന വേഷത്തിലും ഏറെ മികവ് കാട്ടിയിരുന്നു. കോളേജ് പഠനകാലത്ത് അവൻ നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചു. അങ്ങനെ ഇരിക്കെ അവന്റെ 21ാമത്തെ വയസ്സിൽ ലക്നൌവിൽ വെച്ച് നടന്ന ഒരു ദേശീയ നാടക മത്സരത്തിനിടയിൽ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. വേദിയിൽ ചൈനീസ് പട്ടാളത്താൽ ബന്ദിയാക്കപ്പെട്ട ഒരു ഇന്ത്യൻ പട്ടാളക്കാരന്റെ വേഷത്തിൽ തകർത്തഭിനയിക്കുകയായിരുന്നു കൗശിക്. കൗശിക്കിന്റെ അഭിനയ മികവ് കണ്ട് കാണികളിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ഉദ്യോഗസ്ഥൻ, തങ്ങളുടെ ഏജന്റായി ഒരു ദൗത്യം ഏറ്റെടുക്കാമോ എന്ന് ആ 21കാരൻ പയ്യനോട് ആവശ്യപ്പെടുന്നു. ഒരു കഥാപാത്രമായി പൂർണ്ണമായും മാറി അഭിനയിക്കാനുള്ള അവന്റെ കഴിവും വ്യത്യസ്ത സാഹചര്യങ്ങളോട് പെട്ടെന്ന് പൊരുത്തപ്പെടാനുള്ള സിദ്ധിയും കണ്ടാണ് ഇങ്ങനെ ഒരു ദൗത്യം വിശ്വസിച്ച് കൗശിക്കിന് നൽകാമെന്ന് ആ ഉദ്യോഗസ്ഥൻ തീരുമാനിക്കുന്നത്. കൗശിക് ആ ദൗത്യം സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പാകിസ്ഥാനിലേക്കായിരുന്നു ആ ദൗത്യം. അതുകൊണ്ട് തന്നെ കൗശിക്കിനെ തീർത്തും ഒരു മുസ്ലിം യുവാവാക്കി മാറ്റണമായിരുന്നു. ഇതിനായി അയാൾ മുസ്ലിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുഴുവൻ പഠിച്ചു. അറബിയും ഉറുദുവും പഠിച്ചു. എന്തിന്? മുസ്ലിങ്ങളുടെ നിർബന്ധിത കർമ്മമായ സുന്നത്ത് എന്ന ചേലാകർമ്മം വരെ ചെയ്തു. 2 വർഷത്തെ നീണ്ട ട്രെയിനിങ്ങിലൂടെ തന്റെ 23ാമത്തെ വയസ്സിൽ അദ്ദേഹം രവീന്ദ്ര കൗശിക്കിൽ നിന്നും നബി അഹമ്മദ് ഷക്കീറായി മാറി. മാസാമാസം പണം ഞങ്ങൾ നിന്റെ വീട്ടിലെത്തിച്ചോളാം, എന്നാൽ പിടിക്കപ്പെട്ടാൽ അത് നിന്റെ ഉത്തരവാദിത്തം മാത്രമായിരിക്കും. ക്രൂരമെന്ന് തോന്നുമെങ്കിലും റോയുടെ നിയമം ഇങ്ങനെയാണ്. ആ നിയമം അധികാരികൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. തനിക്ക് തന്റെ കഴിവിൽ പൂർണ്ണമായും വിശ്വാസമുണ്ടെന്നായിരുന്നു അന്ന് കൗശിക് മറുപടി പറഞ്ഞത്. ദുബായിൽ ജോലിക്കായി പോകുന്നുവെന്ന് മാതാപിതാക്കളെ ധരിപ്പിച്ച് ഇന്ത്യൻ പട്ടാളത്തിന്റെ സഹായത്തോടെ കൗശിക് എന്ന നബി അഹമ്മദ് ഷക്കീർ അതിർത്തി കടന്നു പാകിസ്ഥാനിലെത്തി. ഒരു സാധാരണ പാക് പൗരനെ പോലെ അവിടെ തന്റെ ജീവിതം ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടയിൽ രവീന്ദ്ര കൗശിക് പാകിസ്ഥാനിൽ വെച്ച് നിയമ പഠനം നടത്തി LLB ബിരുദം നേടി. ഇത് കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു. ഒരു ചാരൻ എന്ന നിലയിൽ തന്റെ വ്യാജ വ്യക്തിത്വത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകാനാണ് അദ്ദേഹം ഇത് ചെയ്തത്. പാകിസ്ഥാൻ സൈന്യത്തിൽ ചേരുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പാകിസ്ഥാൻ സൈന്യത്തിൽ ചേരുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ ഒരു സാധാരണ പൗരനായി പൂർണ്ണമായും മാറേണ്ടിയിരുന്നു. ഒരു ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തി എന്ന നിലയിൽ സൈന്യത്തിൽ ഓഫീസർ പദവിയിലേക്ക് എത്തുക വളരെ എളുപ്പമാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇതിനായി പാകിസ്ഥാനിലെ കറാച്ചി സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം LLB ബിരുദം കരസ്ഥമാക്കിയത്. ഈ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് 2 ഗുണങ്ങളാണ് നൽകിയത്. ഒന്ന്, അവിടുത്തെ പ്രാദേശിക നിയമങ്ങളും ഭരണ സംവിധാനങ്ങളും അടുത്തറിയാൻ സാധിച്ചു. 2, ഒരു അഭിഭാഷക ബിരുദധാരി എന്ന നിലയിൽ സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനം ലഭിച്ചു. ഇത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കണ്ണിൽപ്പെടാതെ നിൽക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. ആ ആത്മവിശ്വാസവും യോഗ്യതയുമാണ് പാകിസ്ഥാൻ സൈന്യത്തിൽ ഒരു കമ്മീഷൻഡ് ഓഫീസറായി ചേരാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ഉദ്യോഗസ്ഥരുടെ സ്നേഹവും വിശ്വാസവും ഏറെ പിടിച്ചുപറ്റിയ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഇന്ത്യക്ക് ആവശ്യമായ ധാരാളം രഹസ്യ വിവരങ്ങൾ റോയ്ക്ക് കൈമാറിക്കൊണ്ടിരുന്നു. തന്റെ കഴിവും പ്രയത്നവും രവീന്ദ്ര കൗശിക്കിനെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മേജർ പദവിയിൽ വരെ എത്തിച്ചു. തുടർന്ന് തന്റെ സീനിയർ ഉദ്യോഗസ്ഥനായിരുന്ന സാക്കിബുർ സൈഖിന്റെ മകൾ ഫാത്തിമയെ കൗശിക് വിവാഹം ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ രവീന്ദ്ര കൗശിക്കിന് ഒരു സഹായിയെ കൂടെ അയക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ആലോചിക്കുന്നു. ഇതോടെയാണ് കാര്യങ്ങൾ ആകെ തകിടം മറിഞ്ഞത്. ഇന്ത്യ ഇനായത്ത് മാഷി എന്ന മറ്റൊരു ചാരനെ കൂടി പാകിസ്ഥാനിലേക്ക് അയക്കുന്നു. പാകിസ്ഥാനിലെത്തിയ മാഷി ഒരു ചായ കുടിക്കാൻ അതിർത്തിയിലുള്ള ഹോട്ടലിൽ കയറുന്നു. ദൗർഭാഗ്യവശാൽ അവിടെ ഉണ്ടായിരുന്ന ഏതാനും പാക് സൈനികർക്ക് ഇയാളിൽ സംശയം തോന്നുകയും അവർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തു. വേണ്ടതുപോലെ ട്രെയിനിങ് ലഭിക്കാതിരുന്ന ഇദ്ദേഹം അവരുടെ ചോദ്യം ചെയ്യലിൽ ഭയന്നുപോയി. സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി. പാക് മിലിറ്ററിയുടെ ആവശ്യപ്രകാരം നേരത്തെ തീരുമാനിച്ചിരുന്നതുപോലെ തന്നെ ജിന്ന ഉദ്യാനത്തിൽ ഇനായത്ത് മാഷി കൗശിക്കുമായി കൂടിക്കാഴ്ച നടത്താമെന്ന് അറിയിക്കുകയും അവിടെ എത്തിയ രവീന്ദ്ര കൗശിക് പിടിക്കപ്പെടുകയും ചെയ്തു.
തന്റേതല്ലാത്ത തെറ്റിനാൽ തന്റെ കഠിന പ്രയത്നത്താൽ നേടിയതൊക്കെയും ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു പോകുന്നത് കൗശിക് കണ്ടുകൊണ്ടിരുന്നു. തുടർന്ന് സൂര്യപ്രകാശം പോലും കടക്കാത്ത തടവറയിൽ ഭക്ഷണമില്ലാതെ 12 ദിവസത്തോളം ഏകാന്തവാസം. ശേഷം പാക് കോടതി അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കുന്നു. എന്നാൽ പാകിസ്ഥാനിലെ ചില മനുഷ്യാവകാശ പ്രവർത്തകരുടെ ഇടപെടൽ കാരണം വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കപ്പെടുന്നുണ്ട്. എങ്കിലും രവീന്ദ്ര കൗശിക് പാകിസ്ഥാൻ ജയിലുകളിൽ അനുഭവിച്ചത് അങ്ങേയറ്റം ദാരുണമായ പീഡനങ്ങളായിരുന്നു. 1983 പിടിക്കപ്പെട്ടത് മുതൽ 2001 മരിക്കുന്നത് വരെയുള്ള 18 വർഷക്കാലം അദ്ദേഹം നരകയാതന അനുഭവിച്ചു. സിയാൽകോട്ടിലെ വിചാരണ കേന്ദ്രത്തിൽ വെച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിവരങ്ങൾ ചോർത്താനായി പാക് അധികൃതർ അദ്ദേഹത്തെ അതിക്രൂരമായി ശാരീരിക മർദ്ദനങ്ങൾക്ക് ഇരയാക്കി. മാസങ്ങളോളം നീണ്ട ചോദ്യം ചെയ്യലുകളിൽ അസ്ഥികൾ ഒടിയുന്നതും ആഴത്തിലുള്ള മുറിവുകൾ ഏൽക്കുന്നതും അദ്ദേഹത്തിന് പതിവായിരുന്നു. വർഷങ്ങളോളം ഇടുങ്ങിയ സെല്ലുകളിൽ ഏകാന്ത തടവിൽ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യത്തെയും തളർത്തി. തടവറയിലെ മോശം സാഹചര്യങ്ങൾ കാരണം അദ്ദേഹത്തിന് ഹൃദ്രോഗവും ക്ഷയരോഗവും പിടിപെട്ടെങ്കിലും പാക് അധികൃതർ കൃത്യമായ ചികിത്സ നൽകാൻ കൂട്ടാക്കിയില്ല. മതിയായ ആഹാരമോ മരുന്നോ ഇല്ലാതെ രോഗബാധിതനായി കിടന്നപ്പോഴും പീഡനങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. സ്വന്തം രാജ്യവും കുടുംബവും തന്നെ മറന്നുപോയോ എന്ന വേദന അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. തന്റെ അവസാന കത്തുകളിൽ ഒന്നിൽ മരണശേഷം എന്റെ മൃതദേഹമെങ്കിലും ഭാരതത്തിന് കൈമാറണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചിരുന്നു. ഒടുവിൽ തന്റെ ആഗ്രഹം നിറവേറ്റാതെ ജയിലിലെ കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ രോഗിയായി 2001 നവംബർ മാസത്തിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ മിയാൻബാലിയിലെ ജയിലിൽ അദ്ദേഹം തന്റെ 49ാമത്തെ വയസ്സിൽ തന്റെ ജീവൻ വെടിഞ്ഞു. രവീന്ദ്ര കൗശിക് പാകിസ്ഥാൻ ജയിലുകളിൽ കഴിഞ്ഞ 16 വർഷത്തിനിടയിൽ തന്റെ കുടുംബത്തിന് അയച്ച കത്തുകൾ ഒരു മനുഷ്യന്റെ നിസ്സഹായതയുടെയും അചഞ്ചലമായ രാജ്യസ്നേഹത്തിന്റെയും നേർചിത്രങ്ങളാണ്. ആ കത്തുകളിലെ വരികൾ ഇന്നും വായിക്കുന്നവരുടെ ഉള്ളുലയ്ക്കുന്നവയാണ്. തന്റെ പിതാവിനോട് അദ്ദേഹം ഒരിക്കൽ എഴുതി, ഭാരതം പോലെ ഇത്രയും വലിയൊരു രാജ്യത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച എനിക്ക് ലഭിച്ച പ്രതിഫലം ഇതാണോ? താൻ പിടിക്കപ്പെട്ടപ്പോൾ സ്വന്തം രാജ്യം തന്നെ തള്ളിപ്പറഞ്ഞതിലും തന്നെ രക്ഷിക്കാൻ ആരും വന്നില്ല എന്നതിലുമുള്ള കടുത്ത വേദന ആ വരികളിൽ നിഴലിച്ചിരുന്നു. എങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹം ഇന്ത്യയെ ഒറ്റിക്കൊടുക്കാനോ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനോ തയ്യാറായില്ല. ഇത് അദ്ദേഹത്തിന്റെ ധീരതയുടെ മറ്റൊരു തെളിവാണ്. മറ്റൊരു കത്തിൽ തന്റെ അമ്മയോട് അദ്ദേഹം പറഞ്ഞത് താൻ അവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ സാരമില്ലെന്നും തന്റെ മണ്ണും രാജ്യവും സുരക്ഷിതമാണെന്ന് അറിയുന്നതാണ് തന്റെ ആശ്വാസമെന്നുമാണ്. ക്ഷയരോഗവും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ബാധിച്ച് ശരീരം തളർന്നപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് മാതൃരാജ്യത്തിനൊപ്പമായിരുന്നു. മരണത്തിന് തൊട്ടു മുൻപ് അദ്ദേഹം എഴുതിയ വരികൾ അതിലേറെ വേദനാജനകമായിരുന്നു. തന്റെ അസ്ഥികൾ പാകിസ്ഥാൻ മണ്ണിൽ അലിഞ്ഞു ചേർന്നേക്കാമെന്നും എന്നാൽ തന്റെ ആത്മാവ് ഭാരതത്തിലേക്ക് തന്നെ മടങ്ങുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായില്ല. മുൾട്ടാൻ സെൻട്രൽ ജയിലിന് പിന്നിലെ അജ്ഞാത ശ്മശാനത്തിൽ ആ ധീരപുത്രൻ അടക്കം ചെയ്യപ്പെട്ടു. ഭാരതത്തിന്റെ മണ്ണിൽ ഒരു പിടി ചാരം പോലും വീഴാൻ അനുവദിക്കാതെ വിധി അദ്ദേഹത്തെ ചതിച്ചു. ഇന്നും അദ്ദേഹത്തിന്റെ കുടുംബം ആ കത്തുകൾ ഒരു നിധി പോലെ സൂക്ഷിക്കുന്നു. തങ്ങളുടെ മകൻ രാജ്യത്തിനു വേണ്ടി നൽകിയ വലിയ ത്യാഗത്തിന്റെ ഏക അടയാളമായി. ഭാരതത്തിന്റെ സുരക്ഷയ്ക്കായി സ്വന്തം പേരും മതവും കുടുംബവും വരെ ഉപേക്ഷിച്ച് ശത്രു രാജ്യത്തിന്റെ തടവറയിൽ രക്തസാക്ഷിയായ ആ പോരാളിയെ ചരിത്രം ബ്ലാക്ക് ടൈഗർ എന്ന് വിളിക്കുന്നു. മാതൃരാജ്യം തന്നെ തിരിച്ചറിയാതിരുന്നിട്ടും മരണത്തിന്റെ മുന്നിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത അദ്ദേഹത്തിന്റെ ദേശസ്നേഹം ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ ഒരു കനലായി അവശേഷിക്കും. തന്റെ ജീവിതം രാജ്യത്തിന് സമർപ്പിച്ച രവീന്ദ്ര കൗശിക് എന്ന ഇതിഹാസം അജ്ഞാതരായ ആയിരക്കണക്കിന് ചാരന്മാർക്ക് ഇന്നും ഒരു വഴികാട്ടിയാണ്. ശരീരത്തിനുമേൽ ഒരു ദേശീയ പതാക പോലും ഇല്ലാതെ അന്യനാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോഴും ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ അദ്ദേഹത്തിന് ഒരു സ്മാരകമുണ്ട്. ആ ധീരസ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.